നമസ്കാരം. കണ്ണൂർ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥലമാണോ? അവിടെ ജീവിക്കുന്നവർക്ക് ജീവന് ഭീഷണിയുണ്ടോ? നിരന്തരം കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു നാടായി കണ്ണൂരിനെ അടയാളപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോലും വിശേഷിപ്പിക്കുകയുണ്ടായി. അത്രയ്ക്ക് ഭീകരമായ ഒരു നാടാണോ കണ്ണൂർ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഹിഗിറ്റ എന്ന ചിത്രം. നവാഗതനായ ഹേമന്ത് ജി നായർ കഥയും തിരക്കഥയും സംവിധാനവും ചെയ്ത ചിത്രമാണ് ഹിഗിറ്റ. ഹിഗിറ്റയെ നമുക്കെല്ലാവർക്കും അറിയാം. ലോക പ്രശസ്ത ഗോളിയാണ് ഹിഗിറ്റ. ഗോൾ വല കാക്കാനും ഗോളടിക്കാനും കഴിവുള്ള അസാമാന്യ പ്രതിഭാധനനായ ഫുട്ബോളറാണ് ഹിഗിറ്റ. ഈ ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ NS മാധവൻ എന്ന എഴുത്തുകാരൻ വിവാദങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ഹിഗിറ്റയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ നോവലാണ് അതിന് കാരണം. എന്നാൽ ഇപ്പോൾ ഈ ചിത്രം വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. കണ്ണൂരിനെ ലോകത്തെ ഏറ്റവും വലിയ അധോലോകം എന്ന നിലയിലാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നാടാണ് കണ്ണൂർ എന്ന തെറ്റായ ഒരു സന്ദേശം പോലും ചിത്രം നമുക്ക് നൽകുന്നതായി കാണാം. കണ്ണൂർ എന്ന സ്ഥലം മാത്രമല്ല, CPM അതായത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എല്ലാവരും തന്നെ മർക്കടമുഷ്ടിയുടെയും താൻ പോരുമയുടെയും അവതാരങ്ങളായിട്ടാണ് ചിത്രത്തിൽ ഹേമന്ത് ജി നായർ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രം ആരംഭിക്കുന്നത് ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രത്തിന്റെ അവതരണത്തിലൂടെയാണ്. ഭയമുള്ളവനും അലസനും ജീവിതത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത ഒരു ടിപ്പിക്കൽ ധ്യാൻ ശ്രീനിവാസനെ തന്നെയാണ് തുടക്കത്തിൽ തന്നെ പ്രേക്ഷകർക്ക് കാട്ടിത്തരുന്നത്. കാലാവധി കഴിഞ്ഞിട്ടും ആശ്രിത നിയമനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആളുടെ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ വിപ്ലവത്തിന്റെ മണ്ണായ പുന്നപ്ര വയലാറാണ്. അയ്യപ്പദാസ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അയ്യപ്പദാസ് കണ്ണൂരിലെ പ്രബലനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഗൺമാനായി പോകുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് നമുക്ക് കാട്ടിത്തരുന്നത്. സുരാജ് വെഞ്ഞാറമ്മൂട് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് പന്ന്യന്നൂർ മുകുന്ദൻ എന്നാണ്. കഥാപാത്രത്തെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നിന്ന് തന്നെ അത് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരക്കാരിൽ ഒരാളായ P ജയരാജനാണ് എന്ന് നമുക്ക് ബോധ്യമാകും. അത്തരത്തിലുള്ള വിവരണങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ ബന്ധുക്കളുടെ മുന്നിലിട്ട് മർദ്ദിച്ച് ഒടുവിൽ മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ചതും അവിടെ നിന്ന് ശക്തനായി ഉയർത്തെഴുന്നേറ്റ് വരികയായിരുന്നു എന്നുമെല്ലാം നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിലുള്ള വിവരണങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ അദ്ദേഹത്തിനെതിരായി ഉയർന്ന വധഭീഷണിയെക്കുറിച്ചും അദ്ദേഹത്തിന് അനുവദിച്ച വാഹനത്തിന്റെ വിലയെക്കുറിച്ചുമെല്ലാം മാധ്യമങ്ങൾ നിരവധിയായി ചർച്ചകൾ നടത്തിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹിഗിറ്റ എന്ന സിനിമയെ നമ്മൾ കാണേണ്ടത്. തുടക്കത്തിൽ തന്നെ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന CPM-കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും തന്നെ ധാർഷ്ട്യമുള്ള നേതാക്കന്മാരായിരിക്കുമെന്നും ചരിത്രത്തിൽ ആണ്ടുപോയ നേതാക്കളോട് ഒട്ടും മര്യാദയില്ലാത്തവരായിരിക്കുമെന്നുള്ള സൂചനകളാണ് തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അത് കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിലൂടെ നമുക്ക് വ്യക്തമാകും. അതായത് ഒരാൾക്ക് വേണ്ടി പാർട്ടി ഉപകാരം ചെയ്താൽ പിന്നെ അയാളുടെ ജീവിതം അയാളുടെ നിയന്ത്രണത്തിനായിരിക്കില്ല എന്ന രീതിയിലുള്ള സംഭാഷണമാണ് അതിൽ തുടക്കത്തിൽ തന്നെ പുന്നപ്ര ബൈജുവിന്റെ കഥാപാത്രം പറയുന്നത്. അത് മാത്രമല്ല, ഒരു കാരണവുമില്ലാതെ ആ കഥാപാത്രം പറയുന്ന ചില ഡയലോഗുകളുണ്ട്. ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ തന്നെ അയാൾ ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അയാൾ പറയുന്നത് ബീഫ് ഫെസ്റ്റും ഫുഡ് ഫെസ്റ്റും ഒക്കെ നടത്തി ഇപ്പോൾ ബീഫ് ഇല്ലാതെ കഴിക്കാൻ കഴിയില്ല എന്നാണ്. എന്തിനാണ് അങ്ങനെ അനവസരത്തിലെ ഒരു സംഭാഷണം എന്ന് മനസ്സിലാകുന്നില്ല. തുടർന്ന് ധ്യാൻ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ അയ്യപ്പദാസ് എന്ന് പേര് പറയുന്നു. അതിലെ അയ്യപ്പനെ വേണ്ട എന്ന് പറയുകയും തുടർന്ന് ദാസ് എന്ന് വിളിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. എന്താണ് അതിൽ നിന്ന് സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹേമന്ത് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. പാർട്ടിക്കാർ അയ്യപ്പ വിരുദ്ധരും ശബരിമല എന്ന് കേട്ടാൽ ഹാലിളകുന്നവരുമാണോ? അല്ല. അപ്പോൾ എന്തിനാണ് അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ചിത്രത്തിൽ കുത്തിത്തിരികിയത്? ആരോടും കയർത്ത് സംസാരിക്കുകയും പാർട്ടിക്ക് എല്ലാവരും വശമ്മതരായി തന്നെ ജീവിക്കണമെന്നുമുള്ള സന്ദേശമാണ് അതിലെ ജില്ലാ സെക്രട്ടറിയുടെ സംഭാഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത് തീർച്ചയായും എല്ലാത്തിനെയും, അതായത് CPM എന്ന പാർട്ടിയെയും അതിലെ നേതാക്കളെയും ഇത്തരത്തിൽ സമൂഹത്തിനു മുന്നിൽ തെറ്റായി ചിത്രീകരിക്കുക കൂടിയാണ് ഹേമന്ത് ജി നായർ എന്ന സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നീട് പുന്നപ്രയിൽ നിന്നും കണ്ണൂർ തലശ്ശേരിയിലേക്ക് എത്തുമ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുന്ന അയ്യപ്പദാസ് വളരെ ഭീതിയോടുകൂടിയാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്. ഇത്ര ഭീതിയോടെ ഇറങ്ങേണ്ട ഒരു സ്ഥലമാണോ കണ്ണൂർ എന്ന് കാണുന്നവർക്ക് വലിയ സന്ദേഹം അവിടെ നിന്നും ആരംഭിക്കുകയാണ്. വഴിയിൽ അടച്ചിട്ട കടകളും അതിനെപ്പറ്റി വിവരണങ്ങൾ നൽകുന്ന ഒരു കഥാപാത്രവും എല്ലാം കൂടി കണ്ണൂരിനെ എന്തോ വലിയ അധോലോകമായി തന്നെയാണ് കാണിച്ചു തരുന്നത്. ഈ കഥാപാത്രം തന്നെ ഏതോ കല്യാണം വിളിക്കാത്തതിൽ പ്രതിഷേധിച്ച് വീട്ടിലേക്ക് എറിയാനുള്ള ബോംബ് സഞ്ചിയിലാക്കി കൊണ്ടുവരുന്ന ഒരു രംഗം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീടാണ് പന്ന്യന്നൂർ മുകുന്ദൻ എന്ന സഖാവിനെ പരിചയപ്പെടുത്തുന്നത്. ആദിവാസി സ്ത്രീയോട് അക്രമം കാട്ടുന്നവരെ ന്യായീകരിക്കാനായി എത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടാണ് ആദ്യ ഘട്ടം മുതൽ തന്നെ നമുക്ക് തോന്നുന്നത്. കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകത്തിന് വഴിമരുന്നിട്ട ഒരു നേതാവ്. കണ്ണൂരിൽ ജീവിക്കാൻ പോലും പന്ന്യന്നൂർ മുകുന്ദന്റെ അനുവാദം വേണം എന്ന തരത്തിലാണ് കഥാപാത്രത്തെക്കുറിച്ചുള്ള ബാക്കിയുള്ള വിവരണങ്ങൾ നൽകിയിരിക്കുന്നത്. ഒടുവിൽ അദ്ദേഹത്തിന് കുത്തേൽക്കുകയാണ്.
അതിനെ സ്വന്തം വരുതിക്ക് വരുത്താൻ വേണ്ടി താനായിട്ട് അത് സ്വന്തം പാർട്ടിക്കാരെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന മട്ടിലാണ് ചിത്രം അവസാനിക്കുന്നത്. പാർട്ടിയിൽ വളരുന്നതിനായി എന്ത് നെറികേടും കാട്ടുന്ന ഒരാളായി തന്നെയാണ് പന്ന്യന്നൂർ മുകുന്ദൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്വന്തം പ്രസ്ഥാനത്തെ പോലും വഞ്ചിച്ചുകൊണ്ട് ഏത് വിധേനയും പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഒരു നേതാവായി തന്നെയാണ് പന്ന്യന്നൂർ മുകുന്ദനെ നമ്മൾ അവിടെ കാണുന്നത്. സ്വന്തം നേതാവിനെ വഞ്ചിക്കാൻ പ്രേരിപ്പിക്കുന്ന ഗൺമാനോട് നിനക്കിത് ചെയ്യാതെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം ഭീകരമായ ഒരു നാടാണ് കണ്ണൂർ എന്ന പ്രതീതിയാണ് പ്രേക്ഷകരിലേക്ക് സിനിമ പകർന്നു നൽകുന്നത്. കൊലയും പ്രതികാരവും ബോംബ് നിർമ്മാണവും എന്ന് വേണ്ട സകല കൊള്ളരുതായ്മകളും നടക്കുന്ന ഒരു നാട്, പാർട്ടിക്കാർ തമ്മിലടിക്കുന്ന ഒരു നാട്, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ നാട്. എന്നിരുന്നാൽ പോലും നാടിന്റെ നന്മയെക്കുറിച്ച് ഒരു രംഗം പോലും ചിത്രീകരിക്കുവാനും 2.5 മണിക്കൂർ നീണ്ട ചിത്രത്തിൽ സംവിധായകൻ ശ്രമിച്ചിട്ടേയില്ല. അതേസമയം ഇപ്പോഴാണ് ആ ചിത്രം OTT റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ അത് മറ്റൊരു തലത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് സൃഷ്ടിക്കുക. ഗവർണറുടെ വാക്കുകളെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന തരത്തിലാണ് ഹിഗിറ്റ എന്ന സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് തന്നെ. ചരിത്രത്തോടും കണ്ണൂരിനോടും ഒട്ടും നീതി പുലർത്താത്ത ചിത്രമായി അത് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പ്രൊപ്പഗണ്ട സിനിമ എന്ന നിലയിൽ മാത്രമേ അളക്കാൻ കഴിയുകയുള്ളൂ.